പ്രകാശ് ജാവദേക്കർ എന്ന ബി.ജെ.പി. നേതാവ് കേന്ദ്രമന്ത്രിസഭയിൽ അംഗമല്ല. കേന്ദ്ര സർക്കാരിൻ്റെ ഒരു ഔദ്യോഗിക സംവിധാനത്തിലും പങ്കാളിയല്ല. അതേസമയം ബി.ജെ.പിയിലേക്ക് പുറത്തുള്ള പാർട്ടികളിൽ നിന്ന് നേതാക്കളെ എത്തിക്കുന്നതിൽ ഏറെക്കാലമായി നിർണായകമായ സ്വാധീനം ചെലുത്തുന്ന നേതാവാണ് അദ്ദേഹം. കേരളം ഭരിക്കുന്ന CPM-ൽ ഏറ്റവും നിർണായകമായ ഒരു സ്ഥാനത്തിരിക്കുന്ന മുതിർന്ന നേതാവാണ് പാർട്ടി കൺവീനറായ EP ജയരാജൻ. അങ്ങനെ കേരളത്തിലെ തന്നെ CPM-ൻ്റെ താക്കോൽ സ്ഥാനത്തിരിക്കുന്ന ഒരു നേതാവ് ബി.ജെ.പിയിലേക്കുള്ള റിക്രൂട്ടറായ പ്രകാശ് ജാവദേക്കറുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ യാതൊരു തെറ്റുമില്ല. അതിനേതാനും മാസങ്ങൾക്ക് മുൻപ് കൊല്ലത്ത് നിന്നുള്ള ലോക്സഭാംഗമായ NK പ്രേമചന്ദ്രൻ, അദ്ദേഹം RSP നേതാവാണ്, UDFിൻ്റെ സഖ്യകക്ഷിയായി നിൽക്കുന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമാണ്. അതിനെല്ലാം അപ്പുറം അദ്ദേഹം കൊല്ലം ലോക്സഭാ മണ്ഡലത്തെ പ്രതിനിധീകരിക്കുന്ന ജനപ്രതിനിധി കൂടിയാണ്. 17ാം ലോക്സഭയുടെ കാലാവധി തീരുന്ന ദിവസം രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ക്ഷണം സ്വീകരിച്ച് പാർലമെൻറ്റ് ക്യാൻറ്റീനിൽ NK പ്രേമചന്ദ്രൻ പ്രധാനമന്ത്രിക്കൊപ്പം ഉച്ചഭക്ഷണം കഴിച്ചു. അതിന് പിന്നാലെ കേരളത്തിലുണ്ടായ കോലാഹലങ്ങൾ ചെറുതൊന്നുമല്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉൾപ്പെടെയുള്ള CPM നേതാക്കൾ പ്രേമചന്ദ്രനെതിരെ പരസ്യമായി രംഗത്തെത്തി. പ്രേമചന്ദ്രൻ RSSകാരനാണ്, ഈ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടെ കൊല്ലത്ത് UDF MP ബി.ജെ.പിയിലേക്ക് പോകുമെന്നൊക്കെ വളരെ ശക്തമായ ഭാഷയിൽ വിമർശിച്ച ആളുകളാണ് CPM-ൻ്റെ നേതൃത്വത്തിലുള്ളത്. അവരൊക്കെ EP ജയരാജൻ പ്രകാശ് ജാവദേക്കറിനെ കണ്ട് ചർച്ച നടത്തിയ വിവരം അറിഞ്ഞിട്ടേയില്ല. പ്രേമചന്ദ്രനെ RSSകാരനാക്കിയ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ പാർട്ടിയുടെ കൺവീനർ ബി.ജെ.പി. നേതാവുമായി കൂടിക്കാഴ്ച നടത്തിയതിൽ യാതൊരു തെറ്റും കാണുന്നില്ല. അന്ന് പ്രധാനമന്ത്രിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് പിന്നാലെ പ്രേമചന്ദ്രൻ നാടിൻ്റെ അപമാനം എന്നെഴുതി കറുത്ത ബാനറുമായി പ്രകടനം നടത്തിയവരാണ് CPMകാർ. അവരൊക്കെ തങ്ങളുടെ നേതാവ് EP ജയരാജൻ അങ്ങനെയൊന്നും ചെയ്യില്ല, ബി.ജെ.പിയിലേക്കൊന്നും പോകില്ല എന്ന് പൂർണ്ണ ബോധ്യമുള്ള ആളുകളാണല്ലോ. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെയും CPM-നെയും ആകെ കുഴപ്പിച്ചൊരു ചോദ്യം കൂടി കൊല്ലത്തിൻ്റെ MP ആയ NK പ്രേമചന്ദ്രൻ ഉന്നയിച്ചിരുന്നു. RSSൻ്റെ ആസ്ഥാനമായ മഹാരാഷ്ട്രയിലെ നാഗ്പൂർ മണ്ഡലത്തിൻ്റെ പ്രതിനിധിയായ RSSൻ്റെ നേതൃത്വവുമായി ഏറ്റവും അടുത്ത ഊഷ്മള ബന്ധം വെച്ച് പുലർത്തുന്ന കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി കേരളത്തിലൊരു സ്വകാര്യ സന്ദർശനം നടത്തിയപ്പോൾ കേരളത്തിൻ്റെ മുഖ്യമന്ത്രി സഖാവ് പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഔദ്യോഗിക വസതിയായ ക്ലിഫ് ഹൗസിൽ വിളിച്ച് ഉച്ചയൂണ് നൽകി. CPM-ൻ്റെ പോളിറ്റ് ബ്യൂറോ അംഗമായ കേരളത്തിലെ CPM-ൻ്റെ മുഖമായ മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ ചെയ്തി ശരിയായ കാര്യമാണോ എന്ന് ചോദിച്ച പ്രേമചന്ദ്രൻ സഖാക്കളുടെ ആകെ വായടപ്പിച്ചു. ആ ചോദ്യത്തിന് ഇന്നും CPM നേതൃത്വത്തിന് മറുപടിയില്ല. അതിനൊപ്പം തന്നെ മറ്റൊരു കൊളുത്തുകൂടി പ്രേമചന്ദ്രൻ CPM-ൻ്റെ വായിലേക്ക് ഇട്ടുകൊടുത്തു. നിതിൻ ഗഡ്കരിയുടെ നാഗ്പൂരിലെ ഫാം ഹൗസ് സന്ദർശിച്ച കേരളത്തിലെ ആ പ്രമുഖൻ ആരാണ്? ആ ചോദ്യത്തിനും CPM-ന് മറുപടി ഉണ്ടായില്ല. EP ജയരാജനുമായുള്ള പ്രകാശ് ജാവദേക്കറുടെ കൂടിക്കാഴ്ച ഏറ്റവും സാധാരണമായാണ് കേരളത്തിലെ മുഖ്യമന്ത്രി പോലും കാണുന്നത്. അത്തരം കാര്യങ്ങളൊന്നും വിവാദമാക്കേണ്ട കാര്യമില്ല, താനും ജാവദേക്കറെ കാണാറുണ്ടെന്നും ഒക്കെയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞത്. CPM-ൻ്റെ സംസ്ഥാന സെക്രട്ടറിയായ MV ഗോവിന്ദൻ മാസ്റ്ററും താനും പ്രകാശ് ജാവദേക്കറെ ഇടയ്ക്കിടെ കാണാറുണ്ടെന്നും തുറന്നു സമ്മതിച്ചു കഴിഞ്ഞു. പുറമെ CPM ഈ വിഷയം നിസ്സാരമായി കാണുന്നുവെങ്കിലും ഈയൊരു വിവാദം CPM-നേറ്റ കനത്ത പ്രഹരം തന്നെയാണ്. പോളിംഗ് ദിവസത്തെ EP ജയരാജൻ്റെ പ്രസ്താവന തൽക്കാലം CPM സംസ്ഥാന സെക്രട്ടേറിയറ്റ് അടക്കം വലിയ കാര്യമായി കാണുന്നില്ലെങ്കിലും തെരഞ്ഞെടുപ്പിന് ശേഷം വരുന്ന CPM പോളിറ്റ് ബ്യൂറോ കേന്ദ്ര കമ്മിറ്റി യോഗങ്ങളിൽ ഈ വിഷയം എന്തായാലും ചർച്ചയ്ക്ക് വിധേയമാകും എന്നുറപ്പാണ്.